മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 11 തിരുവാക്യം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ഹൃദയ തകർച്ചയോടെ ദാവീദ് കർത്താവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണിത്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്തുകൊണ്ടാണ് ഈ വിധം ദാവീദ് പ്രാർത്ഥിച്ചത്? ബത്ശബയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ അവൻ കർത്താവിനെ വേദനിപ്പിച്ചു. തൻ്റെ പാപം ബോധ്യപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദാവീദ് ഹൃദയനുറുക്കത്തോടെ പറയുകയാണ്, എന്നെ തള്ളിക്കളയരുതേ കർത്താവേ, നീ എന്നെ വിട്ടുപോകരുതേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയും ഇതുപോലെ ആയിരിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി വയ്ക്കുന്നത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേകം ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു നിമിഷം എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ സങ്കടങ്ങള്, വ്യത്യസ്തങ്ങളായ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ തേജസ്സേ, ഞങ്ങളെ പൊതിയണമേ. കർത്താവിന്റെ ജ്ഞാനമേ, ഞങ്ങളെ നയിക്കണമേ. കർത്താവിന്റെ പരിചയേ, ഞങ്ങളെ പ്രതിരോധിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. അനേകം ബന്ധന കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയം. വർഷങ്ങളായി നമ്മുടെ കുടുംബങ്ങളിലുള്ള പൈശാചിക അടിസ്ഥാനങ്ങളിലേക്ക് കർത്താവിൽ നിന്ന് തീയിറങ്ങുകയാണ്. ഉറവായി വിശ്വസിച്ച് കരമൊടിച്ച് ഉണർവോടെ ഒരു കുടുംബമായി നമ്മൾ പാടി ആരാധിക്കുന്നു. We worship Lord. കർത്താവേ, 10,000-ങ്ങളെ ജനലക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ. Bless, bless Lord. യേശുനാഥന്റെ വാഗ്ദാനമേ, സ്വർഗീയ ചൈതന്യമേ. ചേർന്ന് പാടാം. കർത്താവേ, വരിക വരിക, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കണമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുക. ഞങ്ങളിൽ നിറയണമേ. ശക്തിധനാഭിഷേകം, അഗ്നിധനാഭിഷേകം, വിശുദ്ധിധനാഭിഷേകം, ദാസരിലേഖണമേ. അഭിഷേകത്തോടെ പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പകരുക, പകരുക.
ദാസരിലേഖണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അത് ഒഴുക്കണമെന്ന് കർത്താവേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ നിയോഗങ്ങൾ ആശീർവദിക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളുമായി വരണമേ. അത്ഭുതത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, മാനസാന്തരത്തിന്റെ ആത്മാവായി, ദൈവ സാന്നിധ്യത്തിന്റെ അഗ്നിയായി ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്പനായ ബർത്തിമേസിന്റെ നിലവിളി കേട്ട് അവൻ അനുഗ്രഹിച്ച കർത്താവേ, കരമുയർത്തി ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല തിന്മകളും കത്തി കരിഞ്ഞു പോകട്ടെ, രോഗാണുക്കൾ കരിഞ്ഞു പോകട്ടെ, അന്ധകാരാധിപത്യ അധികാര ശക്തികൾ കർത്താവിന്റെ അഗ്നിയാൽ നിർവീര്യമാകട്ടെ. I bind all the spirit in the name of Jesus. യേശു നാമത്തിന്റെ ശക്തി സകല കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ പകരണമേ, പകരണമേ, പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ സാന്നിധ്യം മതി എന്നേശുവേ, നിൻ പ്രസാദം മതി ഇന്നെനിക്ക്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നെനിക്ക്. പരിശുദ്ധ അമ്മേ മാതാവേ, ദൈവ സാന്നിധ്യത്തിന്റെ വാഹകരായി ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവ് വിട്ടുപോയാൽ, കർത്താവ് നമ്മെ വിട്ടുപോയാൽ, വളരെ പ്രാധാന്യതയുള്ള ഒരു സന്ദേശമാണിത്. ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ തിരുവചന സത്യങ്ങളെ ധ്യാനിക്കണം. കർത്താവ് നമ്മുടെ മധ്യയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, നമ്മുടെ കുടുംബങ്ങളുടെ കരുത്ത്, നമ്മുടെ സമൂഹങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ പ്രസൻസ് നമ്മോടൊപ്പമുള്ളതാണ്. ആയതിനാൽ എന്ത് വില കൊടുത്തും ദൈവ സാന്നിധ്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കീപ് ഹിസ് പ്രസൻസ്. അതായിരിക്കണം നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഈ തലമുറയിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ വാഹകരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവ സാന്നിധ്യം മങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അത്ഭുതങ്ങളായി, ദൈവ സാന്നിധ്യത്തെ സംവഹിക്കുന്ന വിശുദ്ധ പാത്രങ്ങളായി നമ്മളെല്ലാവരും കത്തിജ്വലിക്കുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുപോയാൽ എന്താ സംഭവിക്കുന്നത്? കർത്താവ് നമ്മളെ വിട്ടുപോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ 2 മാസം കൊണ്ടല്ല കർത്താവിൻ്റെ സാന്നിധ്യം മങ്ങി 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 അതിൻ്റെ പ്രഭ നമ്മുടെ ജീവിതങ്ങളിൽ കെട്ടുപോകുന്നത്. പ്രവാചകനായ ജെറമിയായിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. 14-ാം അധ്യായം 9-ാം തിരുവചനം.
അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ട്. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. ഞങ്ങളെ വിട്ടു പോകരുത്. എന്താണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്? കൊടിയ വരൾച്ചയുടെ നടുവിൽ ദൈവത്തിന്റെ ജനം ഹൃദയം നുറുങ്ങി കർത്താവിനോട് ഏറ്റുപറയുകയാണ്. അങ്ങ് ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പെരുമാറുന്നത്? ഞങ്ങൾ കൊടിയ ദുരിതത്തിലാണ്, ഞങ്ങൾ ക്ഷാമത്തിന്റെ നടുവിലാണ്. എങ്കിലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യയുണ്ട്. അങ്ങയുടെ നാമത്തിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങളെ വിട്ടു പോകരുതേ. ദൈവജനത്തിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളും കർത്താവിൻ്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്ന് നമ്മൾ അറിയപ്പെടുന്നുവെങ്കിൽ, നമ്മൾ ഇത്രയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവിൻ്റെ നാമമാണ്. പലരും നമ്മളെ മാനിക്കുന്നുവെങ്കിൽ, പലരും നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഒരൊറ്റ കാരണമാണ് നമ്മൾ കർത്താവിൻ്റെ നാമം വഹിച്ചത് കൊണ്ടാണ്. അതാണ് ഇവിടെ ജനം പറയുന്നത്. അങ്ങയുടെ നാമത്താലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങളിത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അത് ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ പ്രാപ്തിയല്ല, ഞങ്ങളുടെ മിടുക്കല്ല, അങ്ങയുടെ നാമമാണ്. അതിനാൽ ഞങ്ങളെ വിട്ടുപോകരുത്. ഈ തിരിച്ചറിവ് അവർക്ക് കിട്ടിയത് അവർ കഠിന ദുരിതത്തിലും വരൾച്ചയിലുമായപ്പോഴാണ്. 10-ാം വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ജനത്തോട് സംസാരിച്ചു. നിങ്ങൾ ഇപ്രകാരം അലയാനാണ് ഇഷ്ടപ്പെട്ടത്, കാരണം നിങ്ങൾ നിങ്ങളുടെ കാലുകളെ നിയന്ത്രിച്ചില്ല, അതിനാൽ നിങ്ങൾ എനിക്ക് സ്വീകാര്യരല്ല. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മങ്ങി 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 പോകുന്നതിൻ്റെ കാരണം നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്. കർത്താവിനെ വേദനിപ്പിച്ച് 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 സങ്കടപ്പെടുത്തി അനുതാപമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം മങ്ങി 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 അതിൻ്റെ പ്രഭ കെട്ടുപോയവരായി നമ്മളെല്ലാം മാറുന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ വാഹകരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് മറന്നു പോകരുത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് വരിക, 8-ാം അധ്യായം. അവിടെ ഇസ്രായേൽ ജനം കർത്താവിനെ നിരന്തരം വേദനിപ്പിക്കുകയാണ്. അവരുടെ പ്രവൃത്തികളിലൂടെ, അവരുടെ സംസാരങ്ങളിലൂടെ. അവർ ഉടമ്പടിയുടെ ജനമാണ്. എന്നാൽ കർത്താവിനെ വിട്ടുകളഞ്ഞ് അവർ പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെയും പുറകെ പോയി അവർ കർത്താവിനെ അവഹേളിക്കുന്നതായി 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ അനുദപിക്കുവാനോ കർത്താവിലേക്ക് മടങ്ങി വരുവാനോ തയ്യാറായില്ല. 10-ാം അധ്യായം 4-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാളുകളും മാസങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? കർത്താവിൻ്റെ മഹത്വം കെരൂബുകളിൽ നിന്ന് ഉയർന്ന് അത് ജെറുസലേം ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ പോയി നിന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ദൈവജനത്തെ വിട്ടു പോവുകയാണ്. കർത്താവിൻ്റെ മഹത്വം ആലയത്തെ വിട്ടു പോവുകയാണ്. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 23-ാം തിരുവാക്യം. നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ തയ്യാറായില്ല. അവർ പാപത്തിലും ലൗകികതയിലും ജീവിച്ച് കർത്താവിനെ കൂടുതൽ സങ്കടപ്പെടുത്തി. ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്, പടിവാതിൽക്കൽ നിന്നിരുന്ന കർത്താവിൻ്റെ മഹത്വം അവിടെ നിന്ന് വീണ്ടും വിട്ടുപോവുകയാണ്. അത് നഗരമധ്യേ പോയി നിലയുറപ്പിച്ചു. അത് നഗരത്തിന്റെ മധ്യേ പോയി നിലകൊള്ളുകയാണ്. അതിന്റെ തൊട്ടടുത്ത വചനത്തിൽ വീണ്ടും കാണുവാൻ പറ്റും. നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആ നഗരമധ്യേ നിന്ന് ഉയർന്ന് കിഴക്കുള്ള
മലയിൽ പോയി നിലയുറപ്പിച്ചു. തന്റെ ജനത്തോടു കൂടെ വസിച്ചിരുന്ന ദൈവമായ കർത്താവ്, ദൈവത്തിന്റെ ജനം നിരന്തരം നിരന്തരം കർത്താവിനെ വേദനിപ്പിച്ച് പാപം ചെയ്ത് കർത്താവിനെ അവഹേളിച്ചപ്പോൾ അവർ അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും തയ്യാറാകാതെ വന്നപ്പോൾ പയ്യെ 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 അവിടെ മധ്യയുണ്ടായിരുന്ന സാന്നിധ്യം നഷ്ടപ്പെട്ട് 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 അങ്ങ് അകലെ മലമുകളിൽ പോയി നിലയുറപ്പിക്കുകയാണ്. ഇതെന്തുമാത്രം വലിയ ആത്മീയ തകർച്ചയാണ്! ദൈവത്തിന്റെ തിരുവെഴുത്തിൽ കർത്താവിന്റെ സാന്നിധ്യം വിട്ടുപോയ അനേകം ജീവിതങ്ങളെ കാണാം. ഇസ്രായേലിന്റെ ആദ്യ രാജാവായ സാവൂള്, മോശയുടെ സഹോദരിയായ അവൾ പ്രവാചികയും കൂടിയ മിരിയാം, സാംസൺ, ഇസ്രായേൽ ജനം, ഗഹസി എന്ന് വേണ്ട നിരവധി ജീവിതങ്ങളെ കാണാൻ പറ്റും. കർത്താവിന്റെ സാന്നിധ്യം അവരെ വിട്ടുപോയപ്പോൾ എന്താ അവർക്കൊക്കെ സംഭവിച്ചത്? നമ്മളത് ധ്യാനിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വലിയ വെളിച്ചമാണ് വീശുന്നത്. ആയതിനാൽ ഇന്നത്തെ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവ് പ്രിയ സഹോദര സഹോദരി നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ വിട്ടുപോയാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ കൂട്ടായ്മകൾക്ക്, നമ്മുടെ സഭാ സമൂഹങ്ങൾക്ക് വരുന്ന ആത്മീയ തകർച്ചയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായി ജെറമിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവാക്യം. ദൈവമായ കർത്താവ് ജെറുസലേമിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ജെറുസലേം, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പേരാണ് കർത്താവ് വിളിക്കുന്നത്. സന്തോഷ്, ബെന്നിക്കുട്ടി, ജോണി, ജിജോ, മാത്യു, മറിയം എന്ന് വേണ്ട നമ്മുടെ പേരുകൾ ചൊല്ലി കർത്താവ് വിളിക്കുകയാണ്. നീ എൻ്റെ താക്കീത് അനുസരിച്ചില്ലെങ്കിൽ, ഞാൻ നിനക്ക് തരുന്ന മുന്നറിയിപ്പുകൾ നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകും. നീ വിജനമായ മരുഭൂമിയായി തീരും. ഒന്നാമത്തെ തലം അതാണ്. കർത്താവ് വിട്ടുപോയാൽ നമ്മൾ വിജനമായ മരുഭൂമിയായിട്ട് മാറും. നമ്മൾ എന്തുമാത്രം ഡിഗ്രികളുള്ളവരാണെങ്കിലും, ലോകത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണെങ്കിലും, നമുക്ക് എന്തുമാത്രം സമ്പത്തോ ആരോഗ്യമോ കഴിവുകളോ സാധ്യതകളോ ഉണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ വിട്ടുപോയാൽ നമ്മുടെ ഡിഗ്രികളും നമ്മുടെ കഴിവുകളും നമ്മുടെ സാധ്യതകളും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും എല്ലാം വിജനമായ മരുഭൂമിയായി മാറും. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, അത് ശൂന്യമാണെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്. എന്താണ് മരുഭൂമിയുടെ അവസ്ഥ? ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ്. അത് ഭയങ്കരമായ വരൾച്ചയാണ്. ഇന്ന് അനേകർ വന്ന് പറയാറുണ്ട്, സഹോദര, ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഒരുപാട് ശൂന്യരാണ്, നൊമ്പരങ്ങളും വേദനകളും പേര് ഞങ്ങൾ ജീവിക്കുക, ഞങ്ങളുടെ കുടുംബം നരകതുല്യമാണ്, കുടുംബജീവിതത്തിന് ആനന്ദം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ സമർപ്പിത സമൂഹങ്ങളിലെല്ലാം ഒരു ആത്മീയ വരൾച്ചയാണ്, യാന്ത്രികമായൊരു ജീവിതമെന്ന് അനേകർ വേദനയോടെ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രധാന കാരണം എന്താ? പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മങ്ങി 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 മങ്ങിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പ്രഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? പ്രവാചകനായ ജെറമിയായിലൂടെ തന്നെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. 6-ാം അധ്യായം 30-ാം തിരുവാക്യം. കർത്താവ് അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത്. വെള്ളിക്കിട്ടം. എന്താണ് ഈ വെള്ളിക്കിട്ടം? വെള്ളി അത് ഉരുക്കുമ്പോൾ, അതിനെ ശുദ്ധീകരിക്കുമ്പോൾ ആ വെള്ളിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങള്, ആ മാലിന്യങ്ങള് അതാണ് കിട്ടം. സ്ലാഗ് എന്ന് പറയും. മാലിന്യങ്ങള് അത് ഉപയോഗശൂന്യമാണ്. ഈ കിട്ടത്തെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ അനേകർക്ക് പ്രയോജനമുള്ളവരാണെങ്കിൽ, ഇന്ന് അനേകർക്ക് നമ്മളൊരു അനുഗ്രഹമാണെങ്കിൽ, ആനന്ദമാണെങ്കിൽ, അതിൻ്റെ കാരണം നമ്മോട് കൂടെയുള്ള കർത്താവാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. എന്നാൽ ഈ പ്രസൻസ് നമ്മളെ വിട്ടു പോയാൽ നമ്മൾ കിട്ടമായിട്ട് മാറും, ഉപയോഗശൂന്യരായി. അനേകർക്ക് അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ട നമ്മൾ ഇന്ന്
ഉപയോഗമില്ലാത്തവരായി, ശൂന്യരായി, അസംതൃപ്തരായി, പിറുപിറുക്കുന്നവരായി, കുറ്റപ്പെടുത്തുന്നവരായി, മുറിപ്പെടുത്തുന്നവരും ന്യായീകരിക്കുന്നവരുമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം? പരിശോധിക്കണം. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. ഇന്ന് എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്? അതോ നമ്മളിങ്ങനെ ഒരു പോക്ക് പോവുകയാണോ? വെള്ളിക്കിട്ടമായിട്ട് മാറി. ഉൽപ്പത്തി 12:3 പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് അബ്രഹാമിനോട്, അബ്രഹാമേ, യു ആർ എ ബ്ലെസ്സിങ്, നീ ഒരു അനുഗ്രഹമാണ്. ഇതല്ല നമ്മുടെ വിളി. നമ്മുടെ സഭയ്ക്ക്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്, അനേകം വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, നമ്മുടെ ദേശത്തിനൊക്കെ ഒരു അനുഗ്രഹമായി മാറുവാൻ വിളിക്കപ്പെട്ട നമ്മൾ ഇന്ന് ഉപയോഗശൂന്യരാണോ? നമ്മുടെ കുടുംബജീവിതം യഥാർത്ഥത്തിൽ ആനന്ദത്തിന്റെ വിളനിലങ്ങളാണോ? പരിശോധിക്കണം. ഞാൻ ഇന്നൊരു കിട്ടമായി, ആർക്കും പ്രയോജനമില്ലാത്തൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതനുദപിക്കുവാനുള്ള സമയമാണ്. മൂന്നാമത്, പ്രവാചകനായ ജോഷുവായിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചെയ്യരുതാത്ത കാര്യം ഇസ്രായേൽ ജനം ചെയ്യുകയാണ്. അതിൽ പ്രധാനിയായിരുന്ന ആഖാൻ, അവൻ കർത്താവിന്റെ വചനത്തെ ധിക്കരിച്ച് അവന് മോഹം തോന്നിയ കാര്യങ്ങളല്ല, അത് നിശ്ചിതമായ വസ്തുക്കളായിരുന്നു. അത് മുഴുവൻ അവനെടുത്ത് അവന്റെ കൂടാരത്തിൽ കുഴിച്ചിട്ടു. ഇസ്രായേൽ ജനം വലിയ പരാജയത്തിന്റെ നടുവിലായി. ജോഷുവ ഈ പരാജയത്തിന് നടുവിൽ നിന്ന് കർത്താവിനെ വിളിച്ച് കരയാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, ജോഷുവ, നീ എന്തിനാ കരയുന്നത്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. തുടർന്ന് ദൈവമായ കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, നിശ്ചിതമായ വസ്തുക്കൾ നിങ്ങൾ എടുത്തിരിക്കുന്നു, അതെടുത്തു മാറ്റാത്തോടത്തോളം കാലം നിങ്ങൾ പരാജയപ്പെടുവാനുള്ള ഒരു വസ്തുവായി തീരും. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിജയത്തിന്റെ കാരണം എന്താ? നമ്മുടെ തടിമിടുക്കാണോ? നമ്മുടെ മണി പവർ ആണോ? നമ്മുടെ പൊളിറ്റിക്കൽ പവർ ആണോ? നമ്മുടെ ബ്രെയിൻ പവർ ആണോ? ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പമുള്ള കർത്താവിന്റെ സാന്നിധ്യമാണ്. സെഫാനിയ 3:17 വചനം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. വിജയം നൽകുന്നവനായി കർത്താവ് നമ്മോടൊപ്പം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇന്ന് ഈ നിലയിൽ പോകുന്നത്. എന്നാൽ അത് വിട്ടുപോയാൽ പരാജയപ്പെടുവാൻ ഒരു വസ്തുവായി നമ്മൾ മാറും. ഇന്ന് അനേകം കുടുംബജീവിതങ്ങൾ പരാജയത്തിന്റെ വക്കിലാണ്. ആയിരക്കണക്കിന് ഡിവോഴ്സുകള്, വിവാഹമോചനങ്ങള്, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. അനേക സമർപ്പിത ജീവിതത്തിന് ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ പരാജയത്തിൽ ജീവിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നാം നമ്മെ തന്നെ പരിശോധിക്കണം. 4-ാമത് വചനം പറയുന്നു, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വാക്യവും 25-ാം തിരുവചനവും സാംസനോടുള്ള ബന്ധത്തിലാണ്. അവൻ പാപം ചെയ്ത് കർത്താവിന്റെ ഹിതത്തിന് വിരുദ്ധമായ തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് വ്യഭിചാരവും ഈ ശരീരത്തിന് നൈമിഷികമായ സുഖത്തിനു വേണ്ടി അവൻ കർത്താവിനെ വേദനിപ്പിച്ചു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യവും ജഡീകമായ സുഖങ്ങൾ അനുഭവിക്കുവാൻ അവൻ തന്നെ വിളിച്ചവനോട് വിശ്വസ്ത പുലർത്താതെ കർത്താവിനെ അവഹേളിച്ചു. ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. 20-ാമത്തെ വചനത്തിൽ കർത്താവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ഇത് വലിയൊരു അപകടമാണ്. കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുന്നത് പലപ്പോഴും അറിയാൻ പറ്റും, പക്ഷേ അഭിഷേകം നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയത്തില്ല. കർത്താവിന് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. പിന്നീട് നിങ്ങൾ വായിക്കണം, 25-ാം വചനത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒരുപാട് വേദനിച്ചു പോകും. കർത്താവിൻ്റെ അഭിഷിക്തനായിരുന്ന സാംസൺ, പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റായ സാംസൺ, ദൈവജനത്തിന് വേണ്ടി അത്ഭുതകരമായ വിജയങ്ങൾ നേടിയെടുത്ത സാംസൺ ഒരു കുട്ടി കൊരങ്ങനെ പോലെ ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് അഭ്യാസം കാണിക്കുന്നു. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, കർത്താവ് നമ്മെ വിട്ടുപോയാൽ നമ്മൾ അഭ്യാസം കാണിക്കുന്നവരാകും. കാട്ടിക്കൂട്ടലുകള്, അത് കുടുംബജീവിതത്തിലാകാം, സമർപ്പിത ജീവിതത്തിലാകാം, പൗരോഹിത്യ ജീവിതത്തിലാകാം. നമ്മൾ ഏത് ജീവിത അന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും കർത്താവിന്റെ പ്രസൻസ് നമ്മെ വിട്ടുപോയാൽ നമ്മൾ അഭ്യാസം കാണിക്കുന്നവരാണ്. 5-ാമത് സാവൂളിനെ കുറിച്ചാണ് വചനം പറയുന്നത്.
സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16:14. കർത്താവിന്റെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി. എന്ത് സംഭവിച്ചു? 18-ാം അധ്യായം 28-29 വാക്യങ്ങളിലോട്ട് വരിക. കർത്താവ് ഇപ്പോൾ ദാവീദിന്റെ കൂടെയാണെന്നും അവന് ലഭ്യമാകുന്ന അത്ഭുത വിജയം കണ്ട് ശൗൽ ദാവീദിനെ കൂടുതൽ ഭയപ്പെട്ടു. അവൻ ദാവീദിന്റെ നിത്യ ശത്രുവായി മാറി. ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. അനേകരുടെ ആത്മീയ തകർച്ചയുടെ കാരണം ഇതാണ്, ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. അവൻ എന്നേക്കാൾ വളർന്നാലോ, അവൻ എന്നേക്കാൾ ഉയർന്നാലോ, അവൻ വളർന്നാൽ എൻ്റെ ബിസിനസ് തകർന്നാലോ, എൻ്റെ ശുശ്രൂഷ അത് ഇല്ലാതായാലോ, ഞാൻ മൂലം മറ്റൊരു വ്യക്തി ഒതുങ്ങിപ്പോകാൻ ഇടവരരുത്. ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. പ്രിയപ്പെട്ടവരെ, ഈ വക അഭ്യാസങ്ങളൊക്കെ ഇന്ന് പലരും ചെയ്യുന്നതിന് കാരണം കർത്താവിന്റെ പ്രസൻസ് അവരെ വിട്ടുപോയത് കൊണ്ടാണ്. ശൗൽ ആരായിരുന്നു? ദൈവ സാന്നിധ്യത്തിന് തീയായിരുന്നു ശൗൽ. എന്നാൽ കർത്താവിനെ അവൻ വേദനിപ്പിച്ചു. കർത്താവിനോട് അവൻ അവിശ്വസ്ത പുലർത്തി. കർത്താവിന്റെ വാക്കുകൾ അവൻ ധിക്കരിച്ചപ്പോൾ പയ്യെ 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 ആ സാന്നിധ്യം മങ്ങി 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 അതിന്റെ പ്രഭ കെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാം. ഈ തലമുറയിൽ കർത്താവിന്റെ മഹത്വത്തിന്റെ അടയാളമായി നമുക്ക് എല്ലാവർക്കും പ്രകാശിതരാകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. യേശുവേ നീ മാത്രമാണൻ രക്ഷാസങ്കേതം. പരമപരിശുദ്ധനായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. കർത്താവ് വിട്ടുപോയാൽ നമുക്ക് സംഭവിക്കുന്ന തകർച്ചയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. പ്രിയ സഹോദര സഹോദരി, അനുതാപ ഹൃദയത്തോടെ ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുന്ന സമയം അനേകം ഹൃദയങ്ങളെ കർത്താവ് തുറക്കുകയാണ്. ഹൃദയത്തിന്റെ കഠിനതകളെ കർത്താവ് മാറ്റി അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ, വിശ്വാസത്തിന്റെ, ജീവിത വിശുദ്ധിയുടെ കൃപകൾ നൽകി 10,000-ങ്ങളെ ഈ ആരാധന ശുശ്രൂഷയുടെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. കർത്താവിനെ വേദനിപ്പിച്ച എല്ലാ നിമിഷങ്ങളെ ഓർത്ത്, കർത്താവിനെ സങ്കടപ്പെടുത്തിയ, കർത്താവിന്റെ പരിശുദ്ധി അവഹേളിച്ചതിനെ ഓർത്ത് എല്ലാം അനുതപിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങി ഇരുകരങ്ങളും ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ അനുതാപ ഹൃദയം നൽകി അനേകർ അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങനെ സാന്നിധ്യത്തിന്റെ അത്ഭുതങ്ങളായി, ദൈവ സാന്നിധ്യത്തിന്റെ വാഹകരായി ഞങ്ങളെ എല്ലാം അഭിഷേകം ചെയ്യണമേ. ലോർഡ് അനോയിന്റ്. ഈശോ അനുഗ്രഹിക്കുന്ന സമയം സകല നന്മകളും സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങ് പ്രവർത്തിച്ചതിനായി, അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, അനേകർക്ക് മാനസാന്തരത്തിന് കൃപ തന്നതിനായി, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കേണ്ടതിന് ആവശ്യകത ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവാണ് ആയുസ്സിന്റെ ഉറപ്പ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നുപോയി. മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വത്തിൻ